ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ മാത്രമുള്ളതാണ്. മെഡിക്കൽ സംബന്ധമായ ഉപദേശത്തിനോ രോഗനിർണയത്തിനോ വിദഗ്ധരെ സമീപിക്കുക. കൂവപ്പൊടി, ആരോറൂട്ട് പൗഡർ കേവലം ഒരു ഭക്ഷണ പദാർത്ഥം മാത്രമല്ല. ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണകരമായ കൂവപ്പൊടിയുടെ പ്രധാന ഔഷധ ഗുണങ്ങൾ പറഞ്ഞു തരാം. ദഹനത്തിന് ഉത്തമം. വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നായതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് മികച്ചതാണ്. വയറിളക്കം, വയറുകടി എന്നിവ മാറാൻ കൂവപ്പൊടി കുറുക്കി കഴിക്കുന്നത് പണ്ടുകാലം മുതലേ ഉള്ള ഒരു ചികിത്സാ രീതിയാണ്. ശരീരത്തിന് തണുപ്പ് നൽകുന്നു. ശരീരത്തിലെ ചൂട് കുറക്കാൻ കൂവപ്പൊടിക്ക് പ്രത്യേകം കഴിവുണ്ട്. മൂത്രച്ചൂട്, മൂത്രത്തിൽ പഴുപ്പ് എന്നിവ കുറക്കാൻ ഇത് സഹായിക്കുന്നു. ശിശുക്കൾക്കുള്ള ആദ്യ ഭക്ഷണം. മുലപ്പാലിന് പകരമായോ അല്ലെങ്കിൽ കുറുക്കായോ ശിശുക്കൾക്ക് നൽകാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണമാണിത്. ഇത് കുട്ടികളിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഗർഭിണികൾക്ക് ഗുണകരം. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കും ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറക്കാനും കൂവപ്പൊടി സഹായിക്കാറുണ്ട്. ഇതിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ശരീരഭാരം നിയന്ത്രിക്കാൻ. കൊഴുപ്പ് കുറഞ്ഞതും നാരുകൾ അടങ്ങിയതുമായതിനാൽ അമിതഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂവപ്പൊടി ഒരു നല്ല ആഹാരമാണ്. ആയുർവേദത്തിൽ കൂവപ്പൊടിയുടെ ഉപയോഗം. ആയുർവേദത്തിൽ ദുഗാക്ഷീരി എന്ന പേരിലാണ് കൂവപ്പൊടി, കൂവക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ചത് അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായും താഴെ പറയുന്നവയിലാണ് ചേർക്കുന്നത്. ചവനപ്രാശം, ഗുളികകളും ചൂർണങ്ങളും. മൂത്രച്ചൂടിന് കൂവപ്പൊടി ഉപയോഗിക്കേണ്ട രീതി. മൂത്രത്തിൽ പഴുപ്പ്, മൂത്രച്ചൂട്, മൂത്രം ഒഴിക്കുമ്പോഴുള്ള പുകച്ചിൽ എന്നിവക്ക് കൂവപ്പൊടി വളരെ ഫലപ്രദമാണ്. ഇത് തയ്യാറാക്കാൻ ഏറ്റവും നല്ല 2 വഴികൾ ഇവയാണ്. 1. കൂവവെള്ളം. ഏറ്റവും ലളിതമായ രീതി. 1. ഒരു ഗ്ലാസ് സാധാരണ വെള്ളത്തിൽ 1-2 ടീസ്പൂൺ ശുദ്ധമായ കൂവപ്പൊടി കലർത്തുക, എന്നിട്ട് കുടിക്കുക. 2. ഇതിലൽപ്പം കൽക്കണ്ടം അല്ലെങ്കിൽ പനം ചക്കര ചേർത്ത് രാവിലെ വെറും വയറ്റിലോ ഉച്ചക്കോ കുടിക്കാം. ഇത് ശരീരത്തിലെ അധിക ചൂട് കുറക്കും. 2. കൂവക്കുറുക്ക്. നല്ല പോഷക ഗുണമുള്ളതും വയറിന് കുളിർമ നൽകുന്നതുമായ ഒന്നാണ് കൂവക്കുറുക്ക്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ആവശ്യമായ സാധനങ്ങൾ: കൂവപ്പൊടി 1/2 കപ്പ്, വെള്ളം 2 കപ്പ്, ശർക്കര 150-200 ഗ്രാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. തേങ്ങാപ്പാല് 2-ാം പാൽ 1 കപ്പ്. തേങ്ങാപ്പാൽ വെള്ളത്തിന് പകരമാണ്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും. അത് തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ വേണമെന്നില്ല. അതിന് പകരം വെള്ളവും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ 1-ാം പാൽ 1/2 കപ്പ്. ഏലക്കായ പൊടി 1/2 ടീസ്പൂൺ, ചുക്കുപൊടി 1 നുള്ള്, നെയ്യ് 1 ടീസ്പൂൺ. രുചി കൂട്ടാനാണ് നെയ്യ്. തയ്യാറാക്കുന്ന വിധം. ശർക്കര പാനി തയ്യാറാക്കുക. ശർക്കര അല്പം വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുക്കുക. കൂവപ്പൊടി കലക്കുക. ഒരു പാത്രത്തിൽ കൂവപ്പൊടി എടുത്ത് 2 കപ്പ് വെള്ളമോ അല്ലെങ്കിൽ 2-ാം പാൽ ഉപയോഗിച്ചോ കട്ടയില്ലാതെ നന്നായി കലക്കിയെടുക്കുക. വേവിച്ചെടുക്കുക. കലക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി മിശ്രിതം ഒരു ചുവട് ഉറപ്പുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മിശ്രിതം പതുക്കെ കുറുകി വരുമ്പോൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് നന്നായി ഇളക്കുക. കുറുക്കിയെടുക്കുക. കൂവ നന്നായി വെന്ത് കണ്ണാടി പോലെ സുതാര്യമായി വരുന്നത് വരെ ഇളക്കുക. ഈ സമയത്ത് അല്പം നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. കൂവ നന്നായി വെന്ത് കുറുകിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1-ാം പാൽ, ഏലക്കായപ്പൊടി, ചുക്കുപൊടി എന്നിവ ചേർത്ത് ഇളക്കി ചൂടാക്കുമ്പോൾ തീ അണക്കുക. ശ്രദ്ധിക്കുക, 1-ാം പാൽ ഒഴിച്ച ശേഷം തിളപ്പിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികൾക്കോ രോഗികൾക്കോ നൽകുമ്പോൾ പാലിന് പകരം വെള്ളത്തിൽ മാത്രം കുറുക്കിയെടുക്കുന്നതാണ് ദഹനത്തിന് കൂടുതൽ നല്ലത്. കൂവയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ പഴമക്കാരും ആരോഗ്യ വിദഗ്ധരും ഒരുപോലെ പുകഴ്ത്തി പറയാറുണ്ട്. പ്രത്യേകിച്ചും പാരമ്പര്യ വൈദ്യത്തിലും വീട്ടറിവുകളിലും കൂവക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. വയറിന് ഇതൊരു അമൃതമാണ്. പഴമക്കാർ കൂവയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതിന്റെ ദഹനശേഷിയെക്കുറിച്ചാണ്. വയറിളക്കം, വയറുകടി, അസിഡിറ്റി എന്നിവ വരുമ്പോൾ കൂവ കുറുക്കി കുടിക്കാൻ മുത്തശ്ശിമാർ പറയാറുണ്ട്. വയറിനുള്ളിലെ അസ്വസ്ഥതകൾ മാറ്റി തണുപ്പിക്കാൻ ഇതിലും നല്ലൊരു മരുന്നില്ലെന്നാണ് വിശ്വാസം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം.
മുലപ്പാൽ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും സുരക്ഷിതമായ കുറുക്കായി കൂവപ്പൊടിയെ കരുതുന്നു. ഇത് പെട്ടെന്ന് ദഹിക്കുമെന്നതും അലർജി സാധ്യത കുറവാണെന്നതുമാണ് ഇതിന് കാരണം. കുഞ്ഞുങ്ങളുടെ ബലം കിട്ടാൻ കൂവ നല്ലതാണ് എന്ന് ഇന്നും ഗ്രാമപ്രദേശങ്ങളിൽ പറയാറുണ്ട്. തിരുവാതിരയും കൂവയും. കേരളീയ സംസ്കാരത്തിൽ കൂവയ്ക്ക് ഒരു ആത്മീയ പരിവേഷം കൂടിയുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകൾക്ക് കഴിക്കുന്ന പ്രധാന വിഭവമാണ് കൂവക്കുറുക്ക്. ഇത് ശരീരത്തിന് തണുപ്പ് നൽകുമെന്നും വ്രതകാലത്തെ ക്ഷീണം മാറ്റുമെന്നുമാണ് പറയപ്പെടുന്നത്. ചൂടിനെ പ്രതിരോധിക്കാൻ നല്ല വേനൽക്കാലത്ത് കൂവപ്പൊടി വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറക്കാൻ ബോഡി ഹീറ്റ് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. മൂത്രച്ചൂടിന് പോലെയുള്ള അസ്വസ്ഥതകൾക്ക് ഇതൊരു മികച്ച പരിഹാരമായി ആളുകൾ കാണുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. തനതായ കൂവ. ചന്തയിൽ കിട്ടുന്ന പല കൂവപ്പൊടികളും ചോളോപ്പൊടി, കോൺഫ്ലവർ ചേർത്ത മായം കലർന്നതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാടൻ കൂവ നോക്കി വാങ്ങണമെന്ന് പഴമക്കാർ പ്രത്യേകം പറയുന്നു. പ്രമേഹ രോഗികൾ. കൂവയിൽ അന്നജം കൂടുതലായതുകൊണ്ട് പ്രമേഹമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കൂവപ്പൊടി അമിതമായി കഴിച്ചാലുള്ള ദോഷങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. കൂവപ്പൊടി, ആരോറൂട്ട് പൗഡർ പൊതുവെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉള്ളവർ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവർ അമിതമായി മലബന്ധം ഉള്ളവർ. കൂവപ്പൊടി വയറിളക്കം മാറാൻ സഹായിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ കഠിനമായ മലബന്ധമുള്ളവർ ഇത് കഴിക്കുന്നത് പ്രശ്നം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. വൃക്ക സംബന്ധമായ അസുഖമുള്ളവർ. കൂവപ്പൊടിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. വൃക്ക രോഗം കാരണം പൊട്ടാസ്യം നിയന്ത്രിക്കേണ്ടി വരുന്നവർ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് പ്രമേഹ രോഗികൾ, ഡയബറ്റീസ്. കൂവപ്പൊടിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് GL താരതമ്യേന കുറവാണെങ്കിലും ഇതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അതിനാൽ പ്രമേഹം കഠിനമായവർ അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ബാധിച്ചേക്കാം. മരുന്നുകൾ കഴിക്കുന്നവർ, പ്രത്യേകിച്ചും ദഹന സംബന്ധമായ മരുന്നുകൾ കഴിക്കുന്നവർ കൂവപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഇടവേള പാലിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് ചില മരുന്നുകളുടെ ആഗിരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം. ശുദ്ധിയുള്ള കൂവപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അലർജി. വളരെ അപൂർവമായി ചിലരിൽ കൂവപ്പൊടി കഴിക്കുമ്പോൾ ചർമ്മത്തിൽ ചൊറിച്ചിലോ മറ്റു അസ്വസ്ഥതകളോ വരാം. അങ്ങനെയുള്ളവർ ഇത് ഒഴിവാക്കണം. ചെറിയ കുട്ടികൾക്കും ഗർഭിണികൾക്കും കൂവപ്പൊടി ഒരു മികച്ച ഭക്ഷണമാണ്. എങ്കിലും പുതിയൊരു ഭക്ഷണക്രമം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ശാരീരിക അവസ്ഥ കൂടി കണക്കിലെടുക്കുന്നത് നല്ലതാണ്. കൂവയിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും മറ്റു പോഷകങ്ങളും പറഞ്ഞുതരാം. പ്രധാന വിറ്റാമിനുകൾ. വിറ്റാമിൻ B9, ഫോളേറ്റ്. ഇത് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ഇത് സഹായിക്കുന്നു. ഇന്ന് കൂവപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B6. പെരിഡോക്സിൻ. തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഉപാപചയ പ്രവർത്തനങ്ങൾക്കും മെറ്റാബോളിസം ഇത് പ്രധാനമാണ്. വിറ്റാമിൻ B3, നിയാസിൻ. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. വിറ്റാമിൻ B1, തയമിൻ. B2, റൈബോഫ്ലേവിൻ. ഊർജ ഉൽപാദനത്തിന് ഇവ ശരീരത്തെ സഹായിക്കുന്നു. വിറ്റാമിനുകൾക്ക് പുറമെ കൂവയിൽ മറ്റു പ്രധാന പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധാതുക്കൾ, പൊട്ടാസ്യം, ഇരുമ്പ്, ഇറോൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ മികച്ച ഉറവിടമാണ്. ഫൈബർ ദഹനം സുഗമമാക്കാനും വയറ്റിലെ അസ്വസ്ഥതകൾ കുറക്കാനും ഇതിലെ നാരുകൾ സഹായിക്കുന്നു. പ്രോട്ടീൻ. മറ്റു കിഴങ്ങുവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് കൂവയിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകത: കൂവയിൽ കൊഴുപ്പ് വളരെ കുറവാണ്. കൂടാതെ ഇത് ഗ്ലൂറ്റൻ ഫ്രീ ആയതുകൊണ്ട് അലർജി ഉള്ളവർക്കും ധൈര്യമായി ഉപയോഗിക്കാം. ഏതെങ്കിലും തരത്തിൽ അസുഖമുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമോ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.